ഇതുണ്ട് ഇവിടുത്തെ പെട്രോളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് നമുക്കിവിടെ പ്രീ വാഷ് ഷാമ്പു ഉണ്ട്, ഫോം ബ്രഷ് ഉണ്ട്, റിൻസ് ഉണ്ട്, വാക്സ് റിൻസ് ഉണ്ട്. ഇതിന് ഓരോന്നിനും സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂറോ കാണിക്കും, ഇവിടെ സെൻറ്റ് കാണിക്കും, ഇത് എത്ര നേരം നമുക്ക് ചെയ്യാമെന്നുള്ളത് കാണിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർലൻഡിലാണ്. അയർലൻഡിലെ കിഴിലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ 150, 200, 400 രൂപയ്ക്കൊക്കെ നമ്മൾ വണ്ടി കഴുകുന്ന പല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അയർലൻഡിൽ എങ്ങനെയാണ് വണ്ടി കഴുകുന്നത് എന്നുള്ളതാണ്, വണ്ടിയുടെ ടയറിൻ്റെ എയർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള വാക്കും എങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം, അല്ലാതെ റെഗുലറായിട്ടും ചെയ്യാം. എനിവേ എന്നാണേലും ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് വണ്ടിയായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ വണ്ടി കഴുകുന്നതെന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്തേക്കാണ്. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിൻ്റെ കൂടെ എല്ലാം നമുക്കിതിവിടെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടെ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളോടൊപ്പം ഉള്ള ജെയ്സൺ ചേട്ടനാണ്. ജെയ്സൺ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എയർ ചെക്ക് ചെയ്യാനും വാക്കുമോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം കാർഡ് വെച്ചാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്കിങ്ങനെ വൈഫൈ മറ്റേ കണക്ട് ചെയ്യാം. നമുക്ക് അടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ €1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് നേരത്തേന് നമുക്ക് എയർ പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാക്വം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ €1 ഇതുകൊണ്ട് 5 മിനിറ്റത്തേനാണ് €1 കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം €1 നമ്മൾ സെറ്റ് ചെയ്ത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ആപ്പിൾ പേ ഉണ്ട്, വിസ കാർഡുണ്ട്, അങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വാക്വം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളത് ജെയ്സൺ ചേട്ടൻ വാക്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകൾ കാണും. ഇത് കണ്ടോ, ഇതിവിടുത്തെ വണ്ടികളിൽ വെക്കുന്ന ചൈൽഡ് സീറ്റ് കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണ്. ഇത്തരത്തിലുള്ള സീറ്റുകളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പിള്ളേരെ നമുക്ക് ട്രാവൽ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് ഇതുപോലെ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഈ ബെൽറ്റ് എടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കും. എന്നാൽ മാത്രമേ ഇവിടെ പിള്ളേരെയും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിനിയിപ്പം 1 മിനിറ്റ് കൂടെ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതിനിപ്പുറം നമുക്കിത് ക്ലീൻ ചെയ്ത് കഴിയണം. ഉണ്ടോ, അങ്ങനെ 5 മിനിറ്റ് നമുക്ക് കിട്ടിയതിന് ഇനിയിപ്പം 6 സെക്കൻഡ് കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫാവും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഏകദേശം വാക്വം പിടിച്ച് കഴിഞ്ഞു. ഇതേ ഓഫായി കണ്ടോ, കറക്റ്റ് 0 ആയപ്പോൾ ഇത് പുറകോട്ടാണ് ടൈം ഓടുന്നത്. നേരത്തെ അത് കറക്റ്റ് തീർന്നു. സെറ്റല്ലായിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ നമ്മളത് എടുത്തെടുത്ത് തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. പടയെന്ന് അടിച്ച് കഴിയണം, ടൈം തീരുന്നതിന് മുമ്പേ. വണ്ടി കഴുകാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടേക്കാണ്. ഇത് ഇവിടെയായിട്ടൊരു സായിപ്പ് വന്നുകൊണ്ട് പുള്ളിയുടെ ടാക്സി വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഇവിടുത്തെ പെട്രോളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലീഡഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ €1.55 അങ്ങനെയാണ്, €1.5 അത്ര റേറ്റ് വരും. അതുപോലെ തന്നെ ഡീസലിന് 144 അതാണ് ഇവിടുത്തെ റേറ്റ്, ഇന്നത്തെ റേറ്റാണ്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡുകളിലെല്ലാം നമുക്ക് വണ്ടി കഴുകാനും ഇതിൻ്റെ എയർ ചെക്ക് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. നമ്മുടെ വണ്ടി അങ്ങോട്ട് നമ്മൾ എടുത്തിട്ട് കഴുകാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമുക്ക് അപ്പുറത്ത് റെഗുലർ വാഷൊക്കെ ആയിട്ടുള്ള €8, €10, €12 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴുകാൻ പറ്റും. പക്ഷേ അതല്ലാതുള്ള മെഷീനിൽ എങ്ങനെ കഴുകുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതെങ്ങനെ കഴുകുന്നതെന്നുള്ളതിൻ്റെ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാഷ് ക്വാളിറ്റി ആൻഡ് എവറി ടൈം, മേക്ക് പേയ്മെൻറ്റ്, പിന്നെ സെലക്ട് ദ പ്രോഗ്രാം ആസ് റിക്വയർഡ്. അതുകൊണ്ട് സൈറൻ സൗണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ക്രെഡിറ്റ് ലോ ആയെന്ന് പറയാം. അന്നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പേ ചെയ്തിട്ട് നമുക്ക് കഴുകാം. വേണ്ട, ഇപ്പോൾ വണ്ടിയുടെ കോലം കണ്ട നമുക്ക് ഈ വണ്ടി നല്ല സെറ്റ് ചെയ്ത് കഴുകിയെടുക്കാം. ഇതാണ് മെഷീൻ. ഈ മെഷീനിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം. യെസ് ആയി പ്രീ വാഷായി. നമ്മൾ ഗണ്ണെടുത്തിരിക്കുകയാണ്. യെസ് കണ്ടോ, നമ്മൾ അതിനകത്ത് ഇട്ട് €2. €2 നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീ വാഷാണ്. ആദ്യം നമുക്ക് വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ വെള്ളം വെച്ച് നമുക്ക് അടിച്ച് ഇത്
ഇത് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫോം ഉപയോഗിച്ച് സോപ്പ് പതപ്പിക്കാം. പ്രീ വാഷ് ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് വെള്ളം അടിച്ച് ആദ്യം ഇതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഫോം ഇടാൻ. നമ്മൾ €2 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നാണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടൈം തീരാറായി. നമ്മളിട്ട €2 തീരാറായി. നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണ്. ഇപ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പായി പോകുമായിരിക്കും. തീർന്നു. അപ്പോൾ €2 നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ക്ലീൻ ചെയ്തില്ലേ അല്ലേ? അപ്പം പെട്ടെന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ലാഭമുണ്ട്. കാര്യം ഇനിയിപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുന്നത്. ബ്രഷ് വേണമെന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഫോം ഇട്ടാൽ പോരെ? റിങ്സ് ഇടാം. ഓക്കെ. അപ്പോൾ റിങ്സ് ഇട്ടിട്ട് അടുത്ത ക്ലീൻ ചെയ്യാൻ പോവാണ്. യെസ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ പ്രീ വാഷ് ഷാമ്പു ഉണ്ട്, ഫോം ബ്രഷ് ഉണ്ട്, റിൻസ് ഉണ്ട്, വാക്സ് ഉണ്ട്, വാക്സ് റിൻസ് ഉണ്ട്. ഇതിന് ഓരോന്നിനും സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂറോ കാണിക്കും, ഇവിടെ സെൻറ്റ് കാണിക്കും, ഇത് എത്ര നേരം നമുക്ക് ചെയ്യാമെന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മൾ €4 ഇട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. കണ്ട് ഇവിടെയാണ് നമ്മൾ യൂറോ നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേന് റിജക്റ്റ് ആകുന്ന കോയിൻ ഇവിടെ വരും. നമ്മുടെ പണ്ട് ഈ ഫോൺ ബൂത്തുകളിലൊക്കെ ഉണ്ടായിരുന്ന സംവിധാനമില്ല, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരും. അതിൻ്റെ അനുസരിച്ചുള്ള ഇവിടെ ഈ ഡിജിറ്റൽ മീറ്ററെ കാണിക്കും. അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി വാഷ് ചെയ്യാം. അത്യാവശ്യം നമ്മൾ €4 ഗംഭീരമായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള അയർലൻഡിൻ്റെ കാഴ്ചകളുമായിട്ട് ഞാൻ ഇനി എത്തുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.